എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് വിശ്വസിച്ചാൽ ഇത് ആത്മരക്ഷ നമുക്ക് പ്രാപിക്കാം. സ്വർഗത്തിലേക്കുള്ള പ്രവേശനമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മനസ്സാന്തരപ്പെട്ട് പാപത്തെ ചൊല്ലി അനുതപിച്ച് അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ ആനന്ദമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ ഉത്സവമുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്. കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്ന ശേഷിപ്പിൻ്റെ അനുഗ്രഹമുണ്ട്. ഈ അനുഗ്രഹ കൂട്ടായ്മയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂട്ടായ്മയിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തട്ടെ. നിങ്ങൾ ഇതുവരെയും ബ്ലെസ്സിങ് ടൈം എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഉറപ്പുവരുത്തുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്കതൊരു അനുഗ്രഹമായി നിങ്ങൾക്ക് കാണുവാനും ആത്മീയ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കെടുക്കുവാനും ആത്മീയ ശുശ്രൂഷകൾ അനുഭവിക്കുവാനും സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശുവിനെ കർത്താവ് എന്ന വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുക, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. വളരെ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള രക്ഷ പ്രാപിക്കേണ്ടുന്നതിനായി ഒരു മനുഷ്യന് തൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് എന്തു ചെയ്യണം എന്നതിന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു മകനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുകയാണ്. മകൻ അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ഒരപ്പന് 2 പുത്രന്മാരുണ്ട്. ഇളയ മകൻ ഒരാഗ്രഹം, അപ്പൻ്റെ പരിധിക്കപ്പുറത്തേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കടന്നു ചെല്ലണമെന്ന്. അങ്ങനെ ഒരു ദിവസം അപ്പനോട് തൻ്റെ അവകാശവും ചോദിച്ചു വാങ്ങിച്ച് തന്നിഷ്ടപ്രകാരം ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരിക്കുന്ന ആ മകൻ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ട് ഭക്ഷിക്കുവാൻ വഴിയില്ലാതെ വിശന്നു വലഞ്ഞ് പന്നികളെ മേയ്ക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് അന്ന് കാലത്ത് താഴ്ന്ന ജോലിയാണ്. അത്തരം ജോലിയിൽ പോലും ഏർപ്പെടേണ്ടി വരുമ്പോൾ തനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ തൻ്റെ സമ്പത്തിൻ്റെ ജീവിതാവസ്ഥയിൽ കൂടെയുണ്ടായിരുന്ന സകലരും തന്നിൽ നിന്ന് മാറ്റപ്പെട്ടു. ആശ്രയിക്കുവാൻ ആരുമില്ലാതെ ഭാരപ്പെട്ട് തൻ്റെ അവസ്ഥയെ ഓർത്തനുദപിച്ചുകൊണ്ട്, തൻ്റെ പാപത്തെ ഓർത്തനുദപിച്ചുകൊണ്ട് ഈ മകൻ ചിന്തിക്കുകയാണ്, അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാം. അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു, എന്നാൽ ഞാനോ വിശന്ന് ഭാരത്തോടെ ഇരിക്കുകയാണ്. അപ്പൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയാമെന്ന് കരുതിയ മകൻ
അപ്പൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ദൂരത്തുനിന്ന് ഈ മകൻ്റെ വരവ് നോക്കിക്കണ്ട അപ്പൻ ഓടിച്ചെന്ന് അവനെ വാരിപ്പുണർന്ന് ഈ മകൻ സംസാരിക്കുവാൻ അപ്പനോട് ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തുവെന്ന് പറഞ്ഞ വാക്കുകൾ കേൾക്കുവാൻ പോലും അപ്പന് ചെവി കൊടുത്തില്ല. അപ്പൻ അത് കേൾക്കാൻ പോലും കേട്ട ഭാവം നടിച്ചില്ല. ആ മകനെ വാരി പുണർന്ന് ഭവനത്തിലേക്ക് കൊണ്ടുപോയി. മാനസാന്തരപ്പെട്ട് അനുതപിച്ച് അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന അപ്പനിൽ നിന്ന് അകന്നുപോയ ഒരു മകൻ, സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയ ഒരു മനുഷ്യൻ, പിശാചിൻ്റെ പിടിയിൽ അകപ്പെട്ട് ജീവിതം തകർന്ന് ശാപത്തിൻ്റെ അനുഭവത്തിൽ ജീവിതം വഴിമുട്ടി മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന മനുഷ്യൻ ഈ സ്വർഗത്തിലെ ദൈവത്തിങ്കലേക്ക് തിരിയുമ്പോൾ, അപ്പാ ഞാൻ നിന്നോട് പാപം ചെയ്തു എന്ന് പറഞ്ഞ് ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല. അതുകൊണ്ട് റോമാലേഖനത്തിൽ നാം വായിച്ചു, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് വിശ്വസിച്ചാൽ ഇത് ആത്മരക്ഷ നമുക്ക് പ്രാപിക്കാം. സ്വർഗത്തിലേക്കുള്ള പ്രവേശനമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മനസ്സാന്തരപ്പെട്ട് പാപത്തെ ചൊല്ലി അനുതപിച്ച് അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ ആനന്ദമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ ഉത്സവമുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്. കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്ന ശേഷിപ്പിൻ്റെ അനുഗ്രഹമുണ്ട്. ഈ അനുഗ്രഹ കൂട്ടായ്മയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂട്ടായ്മയിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തട്ടെ. യേശുവിൻ്റെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് ആത്മരക്ഷ പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഏത് പ്രതിസന്ധികളെയും ഏത് പ്രശ്നങ്ങളെയും പരിഹരിച്ച് നിത്യജീവൻ നൽകി പിതാവാം ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ, സ്വർഗീയ കൂട്ടായ്മയിൽ ജീവിതം അനുഗ്രഹമാക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.